ജില്ലാ ജയിലിന് മുന്നിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായിട്ടാണോ ഈ പടക്കം പൊട്ടിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ പടക്കവാസികളൊക്കെ തന്നെ ബോബി ചെമ്മണ്ണൂർ ഉണ്ടാക്കാൻ പോകുന്ന കുഴപ്പം അതിഭീകരമാണ് എന്നിവർ അറിയുന്നില്ല. മുടി വളർത്തിയ മനുഷ്യനൊക്കെ എന്തോ തോന്നിയിട്ടാണ് ഇറങ്ങിയതെന്ന് അറിയില്ല. എന്തായാലും അശ്വിൻ പാലാഴി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അശ്വിൻ, പറയൂ, ഇവർ ആർക്ക് അനുകൂലമായിട്ടാണ് ഈ പടക്കം പൊട്ടിക്കുന്നത്? അല്പസമയം മുമ്പാണ് ഈ ജയിൽ മോചനം അറിഞ്ഞുകൊണ്ട് മെൻസ് അസോസിയേഷൻ, ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന സംഘടന, അങ്ങനെ ഒരു സംഘടന ഉണ്ടെന്നാണ് പറയുന്നത്. ആ സംഘടനയുടെ പ്രതിനിധികൾ, സംസ്ഥാന പ്രസിഡന്റ് എന്ന് അവകാശപ്പെട്ട് അടക്കമുള്ള ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. രണ്ട് മാലപ്പടക്കം, ഓലപ്പടക്കത്തിന്റെ രണ്ട് ഓലപ്പടക്കവുമായിട്ട്, രണ്ട് മാല പടക്കവുമായിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നത്. പോലീസ് എന്തായാലും ഈ ജയിലിന് മുന്നിൽ ഇങ്ങനെയൊന്നും കാണിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ അവർക്ക് നൽകുന്നത്. എന്തായാലും പടക്കം പൊട്ടിക്കാതെ ഇവിടുന്ന് പോവില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഈ മെൻസ് അസോസിയേഷൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ പോലീസ് നടക്കുന്നുണ്ട്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ അശ്വിൻ പാലാഴി, ഇവർ ജയിൽ മോചിതനായതിന്റെ സന്തോഷത്തിലാണോ ഈ മെൻസ് അസോസിയേഷൻ പടക്കം പൊട്ടിക്കാൻ വന്നിരിക്കുന്നത്? അതെ എസ്കേൻ, ഇന്നലെ ഇദ്ദേഹം ജയിൽ മോചനാവുകയാണെങ്കിൽ അതിൽ സന്തോഷം പ്രകടിപ്പിച്ച് പൂമാലയിട്ട് സ്വീകരിക്കാനുള്ള ഒരു മുന്നൊരുക്കത്തോടു കൂടിയായിരുന്നു ഇന്നലെ ഈ സംഘടന ആളുകൾ ഇവിടെ എത്തിയിരുന്നത്. എന്തായാലും ഇന്നലെ ജയിൽ മോചനായില്ല. പിന്നെ ഇന്നിപ്പോൾ അത് ജയിൽ മോചനായി എന്നുള്ള വാർത്ത അറിഞ്ഞുകൊണ്ടാണ് ഈ മാലപ്പടക്കവുമായി അതിൽ സന്തോഷം പങ്കിടാനായി ഇവരിപ്പോൾ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് അവരിപ്പോൾ ഇവിടെ പടക്കം പൊട്ടിക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും പോലീസ് അത് പൂർണ്ണമായും തടയുകയാണ്. അത് എന്തായാലും ഈ ജയിൽ പരിസരത്തോ അല്ലെങ്കിൽ ഈ സമീപത്തൊന്നും ഇത് അനുവദിക്കാനാവില്ല എന്നുള്ള നിലപാടാണ് പോലീസ് പറയുന്നത്. എന്തായാലും നമുക്ക് വേണമെങ്കിൽ ഈ സംഘടനയുടെ പ്രതിനിധികളുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം. സന്തോഷം പ്രകടിപ്പിച്ചാണോ? സന്തോഷം പ്രകടിപ്പിക്കുക, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിനോട് അനുകൂലിച്ചാണോ നിങ്ങൾ? അനുകൂലിച്ചു, അതെ, അദ്ദേഹത്തെ അനുകൂലിച്ചു. നമ്മൾ ഹണി റോസിനെ നിഷേധിച്ചിട്ടാ ഇത് ചെയ്യുന്നത്. തെറ്റല്ല, അദ്ദേഹം ചെയ്ത് തെറ്റല്ല എന്നാണ്. അദ്ദേഹം ചെയ്ത് ഒരിക്കലും തെറ്റല്ല. സംഘടനയുടെ ആരാണ്? ഞാൻ ഓൾ കേരള മെൻസോണിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്, വട്ടിയൂർക്കാവ് അജിത്കുമാറാണ്. പോലീസ് പൊട്ടിക്കരുതെന്നല്ല പറയുന്നത്. പോലീസ് പൊട്ടിക്കരുതെന്ന് പറയുന്നു, പക്ഷെ അത് തെറ്റായ നയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു തെറ്റ് ചെയ്ത ഒരാളിന് വേണ്ടി ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങളിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പറയുന്നത്. രൂക്ഷമായിട്ട് അത് പറയുന്നു എന്ന് പറഞ്ഞാൽ കോടതി നടപടിയാണ്, നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. വേണമെങ്കിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്നാണ് ഹൈക്കോടതി പറയാനുള്ള നടപടിയൊക്കെ എടുക്കുന്ന ആവശ്യം വരില്ല. ഹൈക്കോടതി അങ്ങനെ അത് വാക്കാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യം വീണ്ടും അദ്ദേഹം ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ല വലിയൊരു സംഭവമല്ല, ഒരിക്കലും അതല്ല. കേസിലെ പ്രതിയാണ്, അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ ഇങ്ങനെയൊക്കെ എത്തുന്നത്. അദ്ദേഹം കൊലപാതകം ചെയ്തിട്ട് ബലാത്സംഗം ചെയ്തിട്ടില്ല, അദ്ദേഹം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അതിൽ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹവും പറയുന്നു, ഞങ്ങളും തന്നെ പറയുന്നത് തെറ്റ് ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ജയിലിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്താൻ വന്നവരാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. മാത്രമല്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ജയിൽ അധികൃതരും പോലീസുകാരും വിലക്കുന്നുണ്ട്.